എന്താണ് ഒരു ചിരി? നീ കാരണോ വന്ദന. താങ്ക്സ് ഫോർ ഹാവിങ് മൈ ബാക്ക്. അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയല്ലോ, ഇപ്പോഴൊരു സമാധാനമായി. എന്താ ഒരു ചിരി? എന്തൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ. പന്തോ വള കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനത് എടുത്തു തരാം കേട്ടോ. അവനവിടെ അമ്മയുടെ കൂടെ. ഇവൻ ഈ ഫോൺ എടുത്ത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഗുളികയും തീർന്നു. ഇന്ന് രാത്രിയിലും കഴിച്ചില്ല, നാളെ രാവിലത്തേക്കും ഗുളികയില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടെ? ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാന്. ഞാനിവിടെ ജോലിയില്ല. നീ ഒന്ന് വന്നേ. എന്താന്ന്? ഒന്ന് വന്നേ ഇങ്ങോട്ട്. ഓ, ഈ ചായ ചൂടാറി. ഇതൊന്നും ചൂടാക്കി എടുത്തോണ്ട് വരാം. അതൊന്നും വേണ്ട, നീ ഒന്ന് വന്നേ. മനുഷ്യൻ അവനെ കുടിക്കും. സാർ, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം സാർ. ഫ്രൈഡേ സർജറി കഴിഞ്ഞ പേഷ്യൻ്റാണ്. അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. അവരോരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായി? ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഇന്ന് ഞായറാഴ്ച ആയത് ഭാഗ്യം. അല്ലാതെ വല്ല ദിവസമായിരുന്നെങ്കിൽ നാറ്റ കേസായത്. സർജറിയിൽ ഒരു പ്രശ്നവും പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ. ഇത് മറ്റെന്തോ ആണ്. സി ഡോക്ടർ, പുറത്തു നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട.
അയാളുടെ മോൻ എന്തോ സിനിമയിലോ വീഡിയോയിലോ മറ്റോ ആണ്. മറ്റാശുപത്രിക്കാർ ഇത് അറിഞ്ഞാൽ അവരിത് മുതലെടുക്കും. ആർക്കാ നഷ്ടം? നമുക്ക്. ജനങ്ങൾക്ക് എന്താ? എല്ലാ ജംഗ്ഷനിലും കണ്ണാശുപത്രികൾ. അവരങ്ങോട്ട് പോവും. നമ്മളിപ്പോൾ അതെങ്ങനെ? ഈ കാര്യം ഇവിടം വിട്ട് പുറത്തു പോകാൻ പാടില്ല സാർ. അറ്റ്ലീസ്റ്റ് നടന്ന എന്താണെന്ന് നമ്മൾ അറിയുന്നവരെയെങ്കിലും. ശരി സാർ. ആ താനിപ്പോ വാ, ഞാൻ പറയുന്നതിനൊക്കെ തലയാട്ടിയാൽ മതി. ശരി. വാ. എടുത്തോളൂ. അങ്ങോട്ടിരിക്കാം. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ കണ്ണിലെന്തോ ഫ്ലൂയിഡ് വന്ന് അറിഞ്ഞിരിക്കുകയാണ്. അതാണ് കാഴ്ച കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത്. അതെങ്ങനെയാ ഡോക്ടർ? അതിപ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഫ്രൈഡേ 15 സർജറിയാണ് ഇവിടെ നടന്നത്. ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം. സർജറിയുടെ പ്രശ്നമാണെങ്കിൽ എല്ലാവർക്കും വരണ്ടേ? ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കൃമികളുണ്ടെങ്കിൽ ബോഡിയിൽ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആരും വരുവേം പോകുന്നും വേണ്ട, ഒറ്റയ്ക്കായിരിക്കണം. ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുന്നത് വരെ എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്യും. പിന്നെ ഫോൺ യൂസ് ചെയ്യണ്ട. ഫോൺ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാലും സ്ട്രെയിനാണ്. ഞങ്ങളുടെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ന് ആ കണ്ണിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് അയക്കണം. മറ്റന്നാൾ അതിൻ്റെ റിസൾട്ട് കിട്ടും. ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം. ഇപ്പോൾ ആളെ ഐസൊലേഷനിലേക്ക് മാറ്റാമല്ലോ അല്ലേ? വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഡോക്ടർ. അഡ്മിറ്റ് ചെയ്യാം. കൈകൊണ്ട് തൊടല്ല അച്ഛാ. ഇനി തുറത്ത് വേണ്ട കേട്ടോ. ഇറിറ്റേഷൻ ഉണ്ടോ? ഇനി 2-3 ദിവസത്തേക്ക് ഈ തുള്ളിമരുന്ന് കണ്ണിൽ ഒഴിക്കണം. വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. എന്താ? അല്ല, എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. വഴിയറിയില്ല. ഫോൺ അധികം ഉപയോഗിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട. എന്തെങ്കിലും ഫോണിന്റെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. എന്താച്ചാ കൈ അടങ്ങിയിരിക്കൂലേ? ഈ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അത് മതി. ഓ, അത്ര ഡിമാൻഡ് ആണെങ്കിൽ ഇനി എന്നെ സഹായിക്കണ്ട. ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം. സാർ, എനിക്ക് അയാളുടെ സ്വഭാവം അത്ര വെടുപ്പായിട്ട് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കാന്ന് വെച്ചേ. മെയിൽ സ്റ്റാഫ് ആരെങ്കിലും? ഇത് നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് വിശ്വാസമുള്ള ഒരാളെ ഇത് ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർ മീ യു ആർ ദ ബെസ്റ്റ് ചോയ്സ്. സാർ, എന്നാലും 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാൽ അതും അയാളെപ്പോലെ ഒരാളുടെ ഒപ്പം. സി, അനീഷയുടെ ഓവർ ടൈമിന് ഞാൻ എന്തായാലും പേ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓക്കെ. ഓക്കെ സാർ. എടാ ഞാൻ നിങ്ങൾ തന്നെ ഒന്ന് പോയി ചോദിക്കേ. നീ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് നീ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ചേട്ടൻ പറ, ഞാൻ എന്ത് ചെയ്യാൻ? ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ വർക്കെടുത്തേ. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയതല്ല. നിന്നോട് എത്ര തവണ പറയണം? നീ ഒന്ന് അടങ്ങ്. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ മോനെ. പ്ലീസ് പ്ലീസ്. ബാ, ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ബാ. ഇതെല്ലാം എൻ്റെ ഭാര്യ അവിടെ കൈകൊണ്ടുണ്ടാക്കി കൊടുത്തു വിടുന്നതാ. ഇതിൻ്റെയൊക്കെ മണം അടിക്കുമ്പോഴേ അറിയാം എൻ്റെ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കിയതാണ്. ഡോക്ടർ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. ഇതിപ്പോ വീട്ടിൽ നിന്നായതുകൊണ്ടാ തരാൻ സമ്മതിച്ചേ. എനിക്ക് ഈ ഹോട്ടലിലെ ഭക്ഷണം പിടിക്കൂല. അതുകൊണ്ടാ ഞാൻ പണ്ടേ സരോജത്തിനെ പൂട്ടിയത്. പ്രണയിച്ച് പൂട്ടിയ കാര്യമാണോ പറയണേ? അല്ല, ഞങ്ങളുടെ കെട്ട് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ജോലി കിട്ടിയതാ. ഞാൻ വിട്ടില്ല. അതെന്താ? പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിനുള്ളിലാ. അവളന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ
എന്റെ കാര്യം ആര് നോക്കുമായിരുന്നു? അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോകാൻ പാടില്ല. കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആണുങ്ങളുടെ തലയിൽ കയറും, പിന്നെ ആ കുടുംബം തകരും. ഞാൻ അന്ന് അങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ എന്റെ കൂടെ ഉള്ളത്. വിളമ്പിക്കഴിഞ്ഞോ? ഉം. ആ പാത്രം എവിടെ? മുമ്പ് തന്നെ ഉണ്ടല്ലോ. ഏ കഴിക്കുന്നില്ലേ? ഇതെന്ന് ശരിയാവുമെന്നറിയില്ല. ഉണ്ണുന്ന പാത്രം പോലും നേരെ ചൊവ്വെ കാണാൻ പറ്റത്തില്ല. ഒരു ദിവസം 6 വെച്ച് ഒരാഴ്ചത്തേക്ക് എഴുതിയിട്ടുണ്ട്. എന്ത് പറ്റിയതാ? ഒരു സർജറിൻ്റെ ഇൻഫെക്ഷൻ ആയതാ. എന്തിനാണെന്തോ ഹൈ ഡോസാണ്. കൂമ്പൊക്കെ വാടിപ്പോ. പിന്നെ ഗ്യാസിന്റെ പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലേ എത്തോ? ഇതാണോ ഐറ്റം? ആ എല്ലാം കൂടി 445. എത്ര? 445. എന്തോന്നടേ? ഡോക്ടർ പറഞ്ഞതല്ലേ, വേറെ വല്ലതും വേണോ? ഡോക്ടറുടെ അടുത്ത് ഉണ്ടും എടുത്തോണ്ട് പോകും.